Hi everyone, Assalamu alaikum, good morning. Hope you are doing well, get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കല്ല, ഒരു പേഴ്സണിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആർമി ടോക്ക് എടുത്തതിന് ശേഷം ആ വ്യക്തിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും ഡിപ്രഷൻസിലൂടെ അത്രയുമായിട്ടാണ് പെൺകുട്ടി കടന്നു പോയത്. ആ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠിച്ചൊരു പെൺകുട്ടിയാണ്. പാതി വഴിയിൽ ഉപേക്ഷിച്ച അവരുടെ പഠനം, പല രീതിയിലുള്ള ടോർച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ അവൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എവിടുന്നും ഒരു സപ്പോർട്ടിങ് ആ പെൺകുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയി. അവൾ എന്താണ് ഇനി മുന്നോട്ടേക്കുള്ള ഒരു വഴി ചിന്തിക്കേണ്ടത് ആ ഒരു സമയത്താണ് എൻ്റെ മുന്നിലേക്ക് വന്നതും എന്നിലൂടെ ആ പഠനം നടത്തുകയും 10th കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയ ആ ഒരു നിമിഷം. ജീവിതത്തിൽ എത്രയോ സന്തോഷങ്ങൾ, ഒരു പാരൻസ് ഒരു വിവാഹം കഴിക്കുമ്പോൾ അവൾ എത്രയോ സന്തോഷകരമാക്കും. പക്ഷേ അവൾക്ക് ആ ഒരു സന്തോഷം അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടി സെഷൻസിലൂടെ കടന്നു പോവുകയും ആ ഓരോ സെഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കുകയും ഇന്ന് ആ പെൺകുട്ടിക്ക് ഒരു നല്ലൊരു പേരും കിട്ടിയിട്ടുണ്ടായിരുന്നു, കൗൺസിലർ എന്നൊരു പേര്. കാരണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, 10ാം ക്ലാസ് പാതി വഴി ഉപേക്ഷിച്ച ഒരു പെൺകുട്ടി, ലൈഫിൽ എവിടെയും എത്താത്ത പെൺകുട്ടി, ജീവിതത്തിൽ അത്രയും വേദനകളോടെ സഹിച്ച പെൺകുട്ടി, ഇന്ന് ആ പെൺകുട്ടിൻ്റെ പേര് വെച്ചൊരു കൗൺസിലർ ആയിനെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൽ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. ഓരോ റിസൾട്ടിലും ഓരോ സക്സസ് ആണ് ഇന്നും ആർമി ടോക്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഓരോ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഹാപ്പി കാര്യങ്ങളുണ്ട്. കാരണം ഓരോ കോൾസ് വരുന്ന സമയത്ത് അറിയും, മാം ഒരുപാട് സന്തോഷമുണ്ട്, ഈ ഒരു സെഷനൊക്കെ നമ്മൾക്ക് ഇതിന് മുന്നേ മാം തന്നിനെങ്കിൽ നമ്മൾ എത്ര സന്തോഷമായിട്ട് പോകുന്നുണ്ടേന്. എൻ്റെ ടീം മെമ്പേഴ്സിനോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെയും എല്ലായിടത്തും നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു വന്ന സമയത്തും